നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വേഷവിധാനങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് മാറുന്നുണ്ടാവും കേട്ടോ. നിവൃത്തിയില്ല, തണുപ്പാണ്, മഴയുണ്ട്. നമ്മൾ ജോഷിമഠിൽ നിന്ന് പുറപ്പെട്ട് ഇന്നത്തെ യാത്ര 16 കിലോമീറ്റർ പോയാൽ വിഷ്ണുപ്രയാഗുണ്ട്. അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ പോയാൽ പാണ്ഡുകേശ്വർ എന്നുള്ള സ്ഥലത്ത് യോഗബദരി ക്ഷേത്രമുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ദർശനം കഴിക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബദരിയിലേക്ക് തിരിച്ചെത്തണം. പാണ്ഡുകേശ്വറിൽ വേറെ എന്തെങ്കിലും അമ്പലം ഉണ്ടോ എന്ന് നോക്കണം. വഴിയിലെ കാഴ്ചകൾ കാണണം. എല്ലാ കാഴ്ചകളിലേക്കും നിങ്ങളെ സ്നേഹപൂർവ്വം ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. എൻ്റെ ഒപ്പം വരും. മഴയുടെ ലക്ഷണങ്ങളുണ്ട്. നല്ല ഭാഗ്യമുണ്ടെങ്കിൽ, ഞാൻ പറയാറില്ലേ, ഭാഗ്യമുണ്ടെങ്കിൽ ഹിമാലയത്തിലെ ഏത് ദർശനവും നമുക്ക് സാധ്യമാവും. മഴ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാവും. ശ്രീ വിഷ്ണുപ്രയാഗ് ധാം, ധോളി ഗംഗ, അളകനന്ദ സംഗം ദ്വാർ. നീരാജി പറഞ്ഞമാതിരി ധൗളി ഗംഗയും അളകനന്ദയും ഇവിടെ ഒന്ന് സംഗമിക്കുകയാണ്. ബദരിയിൽ നിന്ന് വരുന്ന അളകനന്ദയും നമ്മൾ ഇന്നലെ കണ്ടു, ധോളി ഗംഗ ഇറങ്ങി വരുന്നത്. രണ്ടും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് വിഷ്ണുപ്രയാഗ. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വെള്ളം കുത്തിയൊലിച്ച് വരികയാണ്. മഴ പെയ്യുന്നതുകൊണ്ടാണ്. താഴത്തിറങ്ങി നോക്കാം. ഇവിടെ ചെറിയൊരു വിഷ്ണുനാരായണ മന്ദിരമുണ്ട്, നമ്മൾ കണ്ടു. അവിടെ തൊഴുതിട്ട് വേണം നമുക്ക് പോകാൻ, ഡാമിലേക്ക് ഇറങ്ങാൻ. അവിടെ പ്രാർത്ഥിച്ച് വേണം പോരാൻ. ഇതാണ് സുപ്രസിദ്ധ വിഷ്ണുപ്രയാഗ്. ബദരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അളകനന്ദയാണ് അത്. ഈ അളകനന്ദ ഇങ്ങനെ ഒഴുകി വരുന്നു. അത് ഇപ്പുറത്തുനിന്ന് ധൗളി ഗംഗയും ഒഴുകി വരുന്നു. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. രണ്ടും നദികളും കൂടി ഇവിടെ ഒന്ന് സംഗമിക്കുകയാണ്. അതാണ് വിഷ്ണുപ്രയാഗ്. നിരവധി പ്രയാഗുകളുണ്ട്. എല്ലാ പ്രയാഗുകളും, എല്ലാ ബദരി ക്ഷേത്രങ്ങളും കാണുക എന്നുള്ളതാണ് നമ്മളുടെ തീർത്ഥാടന യാത്രയുടെ ഉദ്ദേശം. കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച ടാസ്ക്കാണെന്ന് നമുക്കറിയാം. എന്നാലും അതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാ ധാമുകളും പോവും. നമുക്കതിൻ്റെ കാഴ്ചകൾ, നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചകൾ ലഭ്യമാവും ചെയ്യും. വിഷ്ണുപ്രയാഗിൻ്റെ ഇവിടുന്നുള്ള കാഴ്ചകൾ നല്ല മനോഹരാട്ടോ. എത്ര കണ്ടാലും മതി വരാത്തതുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അമ്പലം. അതിൻ്റെ നടുവ് കൂടെയാണ് ഹൈവേ പോണത്. ആ ഹൈവേ കൂടെ നമ്മൾ വന്ന് സൈഡിലാണ് നമ്മൾ നിന്നത്. ഇതിൻ്റെ കാഴ്ചകളാണ്, ഹിമാലയത്തിൻ്റെ വന്യമായ കാഴ്ചകൾ നമ്മളെ തേടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മൾ പാണ്ഡുകേശ്വർ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. പാണ്ഡുകേശ്വർ എന്നുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് പാണ്ഡു മഹാരാജാവ് തപസ് ചെയ്തിരുന്ന സ്ഥലമാണ് എന്ന് പറയപ്പെടുന്നു. ഇവിടെ നമുക്കൊരു ക്ഷേത്രമാണ് കാണാനുള്ളത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് വരും. പഞ്ചബദരികളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുള്ള യോഗബദരി മന്ദിരമാണ് നമ്മളിനി കാണാൻ പോണത്. യോഗധ്യാൻ ബദരി എന്നും പറയും. അതിൻ്റെ പ്രവേശന കവാടത്തിൽ കൂടെ നമുക്ക് അകത്തേക്ക് കിടക്കാം. ബദരീനാഥ് കേദാർനാഥ് മന്ദിർ സമിതി ഇവിടെ തന്നെയാണ്
മന്ദിർ ജാനേക്ക രാസ്ത എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി മന്ദിരത്തിലേക്ക് പോകാം. നിരവധി സ്റ്റെപ്പുകൾ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് വന്നത്. അവസാനം ഞങ്ങളുടെ മാർഗ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അത് ആ ദൂരെ കാണുന്നു യോഗബദരി ടെമ്പിൾ. നമുക്ക് അങ്ങോട്ട് പോവാം. വരും. ഈ പടികളൊക്കെ നമുക്ക് തിരിച്ച് കയറുകയും വേണം. കാനന പാതയിലൂടെ നമ്മളിങ്ങനെ വന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് വേണം യോഗബദരിയിലേക്ക് എത്താൻ. കുറച്ച് ദൂരമുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ കുഴപ്പമില്ല. മഴയായതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇതാണ് യോഗബദരി ടെമ്പിൾ. ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണത്. നമുക്ക് അകത്ത് കടന്ന് ഭഗവാനെ വണങ്ങാം. അപ്പോൾ പാണ്ഡുകേശ്വർ എന്നുള്ള സ്ഥലത്തെ യോഗബദരി അമ്പലമാണ് നമ്മൾ തൊഴുന്നത്. യോഗ ചെയ്യുന്ന ധ്യാനിക്കുന്ന രൂപത്തിലുള്ള ഭഗവാനാണ്, ബദരീനാഥനാണ് ഇവിടെ പ്രതിഷ്ഠ. മുമ്പിൽ വിഘ്നേശ്വരൻ്റെ പ്രതിഷ്ഠ മുമ്പിലുണ്ട്. അതുമാതിരി അപ്പുറത്ത് വിഘ്നേശ്വരൻ്റെ, ഇപ്പുറത്ത് ഭഗവാനുണ്ട്, മഹാദേവൻ്റെ ധാര നമുക്ക് കാണാം. ഇപ്പുറത്ത് വസുദേവൻ്റെ. എല്ലാവരെയും തൊഴുത് സന്തോഷമായിട്ട് നമുക്ക് തിരിച്ചു പോവാം. രണ്ടാമത്തെ ബദരി ക്ഷേത്രമാണ് നമ്മൾ ദർശിക്കുന്നത്. ഇന്ന് നമുക്ക് 3 കൂടിയും കാണാനുണ്ട്. പാണ്ഡുകേശ്വറിന് ഒരു 5-8 കിലോമീറ്റർ വന്നാൽ ഒരു ഹനുമാൻ ചട്ടിയുണ്ട്. അതിലേക്കാണ് ജയ് ഹനുമാൻജി മന്ദിർ. അതിൽ നിന്ന് നമ്മൾ ദർശനം കഴിച്ചിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കേമായിട്ടുള്ളൊരു അമ്പലമാണ്. ഹിമാലയത്തിലെല്ലാം കേമാണ്. നമ്മളുടെ അമ്പലത്തിൻ്റെ സങ്കല്പങ്ങളൊന്നും അല്ലാന്ന് മാത്രമേ ഉള്ളൂ. നോക്കുക, പാറക്കെട്ടുകളുടെയും മലയിടുക്കുകളുടെയൊക്കെ ഒരു വലിപ്പം. ഇനി ബദരിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. 10-15 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷെ പോരുന്ന വഴിയൊന്നും അത്ര ദുർഘടമായിട്ട് തോന്നിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി കമ്പാരിറ്റീവ് ഡിഗ്രി. ഏതായാലും നമുക്ക് നോക്കാം. ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. പോകുന്ന വഴിയുടെ ഒരു ഏകപ്രപ്പുറ രൂപം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, മുകളിൽ വണ്ടികളൊക്കെ പോകുന്നത് കാണില്ലേ? പുഴ തീരത്ത് കൂടെ അങ്ങനെ പോവാണ് നമ്മൾ. മലയുടെ അടിവാരത്ത് കൂടെ വഴിയിൽ ഇങ്ങനത്തെ ധാരാളം കണ്ടില്ലേ, ഒരു പാറക്കല്ല് വീഴാനായിട്ട് നിൽക്കുകയാണ്. വീണേൻ്റെ പരിക്കുകളും ഒക്കെ ഇവിടെ കാണാനുണ്ട്. ഇവിടെ ഒരു പുതിയത് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മെറ്റലിനൊന്നൊരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ. ഇവിടുന്ന് തന്നെ പൊട്ടിച്ചെടുക്കുകയേ ഉള്ളൂ.
മുഴുവൻ ഇങ്ങനത്തെ കാഴ്ചകളാണ്. പക്ഷേ താരതമ്യേന കുറേ ഭേദമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിൻ്റനൻസ് വർക്ക് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, വേനൽക്കാലത്തൊക്കെ നടക്കും. ഇവിടെ പിന്നെ വേനൽക്കാലം മഴക്കാലം അങ്ങനെ വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ല. മഴ മിക്കവാറും എല്ലാ സമയത്തും ഉണ്ടാവും. ഇവിടെയൊക്കെ ഇടിഞ്ഞു വീണതിൻ്റെ പ്രശ്നം കൊണ്ട് ഈ റോട്ടിൽ കൂടെയാണ് നമ്മൾ പോകണത്. ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ. ഇവിടെ ഒരു സൗകര്യമുള്ള എന്താണെന്നറിയോ, എല്ലാവരും വളരെ മര്യാദ ഉള്ളവരും ക്ഷമയുള്ളവരുമാണ്. ഉള്ളുകൂടെ ഇടിച്ച് കയറ്റലും മറ്റുള്ളവനെ ചീത്ത വിളിക്കലും ഒന്നും ഇവിടെ അങ്ങനെ സാധാരണ കാണാറില്ല. ഈ വഴി കൂടെയാണ് നമ്മൾ കയറി വന്നത്. കണ്ടോ, 2 ലെയർ കണ്ടില്ലേ? ഇനി ഇതാ അതിൻ്റെ മുകളിൽ ഇതാ അങ്ങനെ പോവും. അങ്ങനെ പോയി ഇനിയിപ്പോൾ ആ അറ്റത്തെത്തിക്കഴിഞ്ഞാൽ തിരിഞ്ഞു പോവും. അപ്പോൾ ആ മലയുടെ മറ്റേ പുറത്ത് കൂടെ അങ്ങനെ കയറി മലയുടെ മുകളിലേക്ക് നമുക്ക് കയറി പോകണം. നല്ല രസമുള്ള കാഴ്ചകളല്ലേ. ഇവിടെ ഇപ്പം നമ്മൾ കണ്ട പവർ ടില്ലറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ പൊളിച്ചിടുകയാണ് കേട്ടോ. അതിൻ്റെ അടി മാന്തി പൊളിക്കുകയാണ്. റോഡ് വീതി വിട്ടുക ഉദ്ദേശം. പക്ഷേ അത് നമ്മുടെ പരിസ്ഥിതി വ്യവസ്ഥയൊക്കെ ബാധിക്കില്ലേ? അല്ലെങ്കിൽ ഇടിഞ്ഞു നിൽക്കാൻ നിൽക്കുന്ന ഈ മലകളുടെയൊക്കെ അടി തുറന്നാലത്തെ സ്ഥിതി എന്താവും? ഇവിടെ കുറേ ഭേദമുണ്ട് ഇപ്പോൾ കേട്ടോ. മറ്റ് ഞങ്ങൾ ഈ ടെമ്പോ ട്രാവലറിലേ പോകുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇവിടെയൊക്കെ സൈഡുണ്ട്. ചില സ്ഥലത്ത് വലിയ വണ്ടിയിൽ പോയാൽ അവരുടെ ബാക്കിലെ അവസാനത്തെ ചക്രം പുറത്തേക്കാവും. കൊക്കയിലേക്ക് തള്ളിക്കൊണ്ടാണ് പോവുക. നമുക്കത് കാണാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ വലിയ വാഹനത്തിൽ ഒരിക്കലും പോവില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം 2 വാഹനങ്ങൾക്ക് പോകാനുള്ള ഗ്യാപ്പുണ്ട്. 2 വലിയ ബസ്സുകൾ വരിക, റോഡ് ചെറുതാവുക, അങ്ങനെ പല സംഭവങ്ങളും. മുമ്പിലുള്ള ബസ്സുകൾ കാണിക്കണം, നമ്മൾ പിന്നിൽ നിന്ന് കാണുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മളുടെ പേടി കേട്ടില്ലേ? ഇതൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ടാവും പലപ്പോഴും. ആ സ്ഥലത്തൊക്കെ സൈഡ് കൊടുക്കാൻ ഇവർക്കൊന്നും ഒരു പൂസലുമില്ല. നമുക്കത് കാണാൻ ലേശം ബുദ്ധിമുട്ടാണ്. ബദരീനാഥൻ്റെ കാഴ്ചകളാണ്. നമ്മൾ പട്ടണത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. 2 വശത്തും നിറയെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ബദരീനാഥ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പകർത്തുന്നതാണ്. കാരണം ബദരീനാഥൻ്റെ മടിത്തട്ടിലെ കാഴ്ചകൾ. വിചിത്രമായ രീതിയിലാണ് ഇവരുടെ പരിപാടികൾ കേട്ടോ. പിന്നിലൊരു ബാഗ് ഉണ്ടാവും, അതിൽ വെച്ച് കെട്ടിയിട്ടാണ് സാധനങ്ങൾ കൊണ്ടുപോവുക. നമ്മുടെ ഹോട്ടൽ കുറച്ച് താഴെയാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബദരീനാഥൻ്റെ നേരെ മുമ്പിൽ നിന്ന കാഴ്ചകളാണ് കേട്ടോ. അളകനന്ദ കുത്തിയൊലിച്ച് പോകുന്നുണ്ട്. അതിൻ്റെ ചാരത്ത് ബദരീനാഥൻ നിൽക്കണം. എന്താ തിരക്ക് നോക്കൂ. ഏതായാലും നമുക്ക് തൊഴണം. പോയിട്ട് വരാം. ഇവിടെയൊക്കെ ആൾക്കാർ അതിൻ്റെ പരിപാടികളായിട്ട് നിൽക്കുകയാണ്. ക്യൂവൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബദരീനാഥ് അമ്പലത്തിലേക്കുള്ള വഴിയാണ് അത് കേട്ടോ. അമ്പലത്തിൻ്റെ ഇപ്പുറത്ത് വലതുവശത്തു നിന്നാണ് എൻട്രൻസ്. അമ്പലം അവിടെ ദൂരെ കാണാനുണ്ട്. 2 മലകൾ മുമ്പിൽ കാണുന്നുണ്ടാവും. നരനും നാരായണനും, അത് രണ്ടുമാണ് ഇതിന് മലകളുടെ പേര്. കുറേ കാലം കഴിഞ്ഞാൽ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഈ 2 മലകളും ഇടിഞ്ഞു വീഴുന്നു. ബദരീനാഥ ക്ഷേത്രം അപ്രത്യക്ഷമാവുന്നുമാണ് ഐതിഹ്യം. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഭവിഷ്യബദരിയിൽ പോയിരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഭഗവാൻ ഭവിഷ്യബദരിയിലാവും ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഭവിഷ്യബദരിയിൽ പോയതിൻ്റെ കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു.
അതാണ് ഇവിടുത്തെ മിത്ത്. ഈ നടപ്പന്തലിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ ഒരു ഉത്സവം സമമായ അന്തരീക്ഷത്തിലാണ് ആൾക്കാരൊക്കെ കേട്ടോ. അത്രയും തിരക്കാണ്. ആ വഴി തിരിച്ച് അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ആ വഴി. ഈ വഴിക്കാണ് നമ്മൾ അമ്പലത്തിലേക്ക് കണ്ടത്. ഇവിടെ ധാരാളം ആൾക്കാർ ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട്. ചുമട്ടുതൊഴിലാളികളെയും കാണാം, ധാരാളം സന്യാസിമാരുണ്ടാവും, പലതരം ആൾക്കാരുണ്ടാവും. കാരണം ദാനം ഒരു പ്രധാന പുണ്യകർമ്മമാണല്ലോ. നമ്മൾ മലയാളികൾക്ക് അതിലൊക്കെ കുറേ പിശുക്കാണെങ്കിലും ഉത്തരേന്ത്യൻസ് അതിലൊക്കെ ധാരാളം. ഇതൊക്കെ വെറുതെ വന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അമ്പലത്തിൽ വന്നിട്ട് വെറുതെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. ചിലർ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആൾക്കാരുണ്ട്, കർമ്മം ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്, ബലി ചെയ്യാനും പിണ്ടകർമ്മങ്ങൾ ചെയ്യാനിരിക്കുന്ന ആൾക്കാരുണ്ട്, പണ്ഡിറ്റ് വരെ അവരെ സഹായിക്കാണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവിടെ നമുക്ക് തപ്ത കൊണ്ട് എപ്പോഴും ചൂടുവെള്ളം മാത്രം ഉള്ളൊരു കുളമുണ്ട്. നമുക്കതിൽ കുളിക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഭഗവാനെ വണങ്ങാം. ഇതൊന്നും അറിയാതെ അളകനന്ദ കുതിച്ചൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ മുമ്പിൽ തിരക്കാണ് കേട്ടോ. അത് അവിടുന്ന് ഇങ്ങനെ ക്യൂ ആയിട്ടാണ് ഇങ്ങനെ വരണത്. ഈ ക്യൂ ആണെങ്കിൽ അനങ്ങണമില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു സമയം 12 മണിയൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് തിരക്ക് മാറിയിട്ട് കാണാം. ഇവിടെയും ജനസമുദ്രമാണ്. ആൾക്കാരൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടില്ലേ. ഏതായാലും ഞങ്ങൾ 3 ദിവസം ഇവിടെ ക്യാമ്പുണ്ട്. 3 പ്രാവശ്യം തൊഴുതിട്ടേ ഞങ്ങൾ പോകുള്ളൂ. 3 ദിവസം തൊഴണം. വൈകുന്നേരം 7 മണിക്ക് വന്ന് ഞങ്ങൾ തൊഴും, 6 മണിക്ക് വന്ന് തൊഴണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് പറ്റുകയെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ഇതെല്ലാം നമുക്ക് തൊഴാതിരിക്കാൻ കഴിയില്ല. 3 ദിവസവും നമുക്ക് തൊഴണം. ഭഗവാനെ അതിനുള്ള വഴി ഉണ്ടാക്കും. ഇതാണ് ബദരീനാഥ് ഭഗവാന്റെ കാഴ്ചകൾ. ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് പകർത്താൻ കഴിയില്ല, നമുക്കറിയാം. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടല് അളകനന്ദയോട് ചേർന്നിട്ടാണ്, അമ്പലത്തിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ ആ ക്യൂവിൻ്റെ ഷെഡ് ഇത്രയും നീളത്തിൽ നമുക്ക് കാണാം. അമ്പലത്തിൻ്റെ പടവുകൾ കാണാം. പടവുകളിൽ ആൾക്കാർ കുളിക്കണതും ബലിതർപ്പണം നടത്തുന്നതും ഒക്കെ നമുക്ക് കാണാം.
അതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. അത് ആ ദൂരെ നിന്ന് താഴെ ആൾക്കാരിന്ന് ബലിതർപ്പണം നടത്തുന്നുണ്ട്. ഇവിടെ കുളിച്ച് ബലിതർപ്പണം ആൾക്കാർ നടത്താറുണ്ട്. ഈ വഴിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. അമ്പലം 1 മണിക്ക് അടയ്ക്കുന്നുള്ളതുകൊണ്ട് അവിടെ ആൾക്കാരൊക്കെ ഒഴിവായിട്ടുണ്ട്. ഭിക്ഷക്കാരും അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒഴിവായിട്ടുണ്ട്. ക്യൂ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കയറുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്പലം കാണില്ല. നമ്മൾ പോയ ആ വഴി മാത്രമേ ഇവിടുന്ന് കാണുള്ളൂ. നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളുടെ ഹോട്ടല്. മിനിമം സൗകര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ മലയാളിയായ ശങ്കരേട്ടൻ്റെയാണ്. ബാലേട്ടൻ അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ട്. നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടാം വഴിയെ. അപ്പോൾ നമ്മുടെ ശങ്കരൻ നമ്പൂതിരിയുടെ ലോഡ്ജിലാണ് നമ്മൾ താമസിച്ചതെന്ന് പറഞ്ഞു. ആശ്രമം. എല്ലാവരും മലയാളികൾ മുഴുവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശങ്കരേട്ടൻ്റെ സഹായമാണ് തേടുക. ശങ്കരേട്ടനും സഹായി ബാലേട്ടനുമാണ്. ശരിക്കും ശബരിനാഥിൻ്റെ പ്രതിരൂപങ്ങളാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതാണ്. എത്ര മുറികളുണ്ട് ഇവിടെ ശരിക്കും ശങ്കരേട്ട? 30 മുറിയുണ്ട്. ഓ. എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാം? 50 പേരെ അക്കോമഡേറ്റ് ചെയ്യാം. ഈ കൊറോണ കാലത്ത് ശരിക്കും അമ്പലം തുറന്നിരുന്നോ? ഇല്ല, അമ്പലം തുറന്നിരുന്നു, ഞങ്ങൾ തുറന്നില്ല. തുറന്നില്ല. അത് ശരി. ഈ നവംബറിലായി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പൂട്ടി പോവുകയും ചെയ്യും. 6 മാസമേ വർക്ക് ചെയ്യുള്ളൂ. കൊറോണ കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഇല്ല. എത്ര വർഷമായി ശങ്കരേട്ടൻ ഇവിടെ? 40 കൊല്ലമായി. ഓ ഗ്രേറ്റ്. 40 കൊല്ലം. ഒരു ഡെഡിക്കേറ്റഡ് ആണ് ശങ്കരേട്ടൻ. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ബദരിയിലെ മലയടിവാരത്തിലെ കാഴ്ച ഞാൻ ആദ്യം കാണിച്ചു തരാം. നമുക്ക് ഇത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണത് അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. അളകനന്ദം ഇങ്ങനെ ഒഴുകി വരികയാണ് ആ ഭാഗത്ത് നിന്ന് കേട്ടോ. അമ്പലം ഞാൻ കാണിക്കാം. ഈ പാലത്തുമ്പൂടെയാണ് അമ്പലത്തിലേക്ക് കിടക്കുക. അതിൻ്റെ അങ്ങേ അറ്റത്താണ് അമ്പലം. അളകനന്ദം ഇങ്ങനെ കുത്തിരിച്ചു പോവുകയാണ്. അതിൻ്റെ മീതത്തെ നരൻ നാരായണ മലനിരകളും കൂടി ഒന്ന് കണ്ടോളൂ. ഇതൊന്നും ഇത്രേ കാണുള്ളൂ. നല്ല മഴയാണ്. 8 ഡിഗ്രി 7 ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ. ഇവിടെ 2 ബിൽഡിങ് കാണാനില്ലേ? അതിൻ്റെ ഇടതുവശത്ത് കാണുന്ന മഞ്ഞ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത്. അത് നമ്മുടെ ശങ്കരേട്ടൻ്റെ ഹോട്ടലാണ്, ശങ്കരൻ നമ്പൂരി. മലയാളികൾ വന്നാൽ മിക്കവാറൊക്കെ അവിടെയാണ് താമസിക്കൽ. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോയി വരാം. ഇന്ന് അസാധ്യ തണുപ്പും മഴയും ഒക്കെ ഏത് കാരണം ഞാൻ 6 മണിക്ക് കിട്ടേ പോകുന്നുള്ളൂ, കുളിച്ച് പോകുന്നുള്ളൂ. തപ്തകുണ്ടിൽ ഇപ്പോൾ കുളിക്കാൻ പറ്റിയില്ല. ഞാൻ വൈകുന്നേരം തപ്തകുണ്ടിൽ കുളിച്ച് തൊഴണമെന്നും വിചാരിക്കുന്നുണ്ട്. നാളെ രാവിലെ ഒന്നുകൂടി തൊഴുതിട്ടാണ് ഞാൻ മടങ്ങി വരുള്ളൂ. 3 ദിവസം തുടർച്ചയായിട്ട് തൊഴണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ബോലോ ബദരിനാഥ് കി ജയ്. ക്ഷേത്രത്തിലെ മേശാന്തി റാവഞ്ചി പയ്യന്നൂർ വടക്കേ ചന്ദ്രമന ഈശ്വരപ്രസാദ് നമ്പൂതിരി നമ്മളോടൊപ്പമുണ്ട്. റാവഞ്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാനെ പോലെയാണ് കണക്കാക്കുന്നത്. അദ്ദേഹം അമ്പലത്തിനെക്കുറിച്ച് 2 വാക്ക് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹരി ഓം. ഭദ്രം കരോതു സതതം ബദ്രീ വിശാല. ശ്രീ ഗുരുഭ്യോ നമഃ. ബദരികാശ്രമത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അനവധി പറയാനുണ്ട്. കാരണം നമ്മുടെ 18 പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഏക സ്ഥലമാണ് ബദരികാശ്രമം. അതുപോലെ തന്നെ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ പരദേവതയായിട്ടാണ് പറയുന്നത്. കാരണം നമ്മുടെ ഈ 18 പുരാണങ്ങളിലും ബദരികാശ്രമത്തിൻ്റെ മഹാത്മ്യം നന്നായിട്ട് പറയുന്നുണ്ട്. അതിൽ ഇന്നിപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ധവരുടെ ബദരിയാത്ര എന്ന ഭാഗം മാത്രമാണ് ഇന്ന് കൂടുതൽ നമ്മുടെ ആൾക്കാരിൽ പ്രചരിച്ചിരിക്കുന്നത്. ബദരികാശ്രമം ശരിക്കും പറഞ്ഞാൽ മഹാദേവൻ്റെ ഭൂമിയായിട്ടാണ് പറയപ്പെടുന്നത്. അതൊരു ബാലരൂപത്തിൽ, ഒരു ലീലാരൂപത്തിൽ മഹാവിഷ്ണു കൈപ്പറ്റിയിട്ടാണ് പറയുന്നത്. സത്യയുഗത്തിലാണ് ബദരികാശ്രമം. കാരണം 4 ധാമുകളാണ് പറയുന്നത്. അതിൽ സത്യയുഗത്തിലാണ് ബദരികാശ്രമം. മോക്ഷത്തിൻ്റെ ധാമാണ്. ഇവിടെ ഭഗവാൻ വാമനാവതാര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം വാമന ജയന്തി ആണ്, വാമനദാശി. നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് നമ്മുടെ ഓണത്തിനോട് അടുപ്പിച്ചാണ് അത് വരുന്നത്.
ബദരികാശ്രമത്തിൽ ആണ് നാരദ മഹർഷിയെ പൂജിക്കാൻ പറ്റിയ നാരദ മഹർഷിയെ പൂജിക്കുന്ന ഏക സ്ഥലം. കാരണം നാരദ മഹർഷിക്ക് പ്രജാപതിയുടെ ശാപമുണ്ട്. ആ ശാപത്തിൽ നിന്ന് മുക്തി ബദരികാശ്രമത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ കുബേര ഭഗവാനെ പൂജിക്കാൻ വിധി പറയുന്ന ഏക സ്ഥലം ബദരികാശ്രമമാണ്. ഉദ്ധവരെ പൂജിക്കുന്ന ഏക സ്ഥലം ബദരികാശ്രമമാണ്. അപ്പം അങ്ങനെ അനവധി പ്രത്യേകതകളാണ് ബദരികാശ്രമത്തെ പറ്റിയിട്ട്. ഇതിൽ നരനാരായണ പർവ്വതത്തിലാണ് ബദരികാശ്രമം. ബദ്രിനാഥ് ഇന്നാണ് ഇപ്പോൾ ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റേതായ അന്തരീക്ഷമല്ല, ശരിക്കും ഒരു ആശ്രമാന്തരീക്ഷമാണ്. ബദരികാശ്രമം തന്നെയാണ് ഭാഗവത്തിൽ പറയുന്നത്. ബദ്രിനാഥൻ്റെ പൂജാവിധാനങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രഭാതത്തിലാണ് കൂടുതൽ പ്രാധാന്യം, അഭിഷേകത്തിലാണ് പ്രാധാന്യം കൂടുതൽ. അതുപോലെ തന്നെ പിതൃക്കളെ സംബന്ധിച്ച് പിതൃമോക്ഷത്തിനായിട്ട് ബദരികാശ്രമത്തിലെ പിതൃമോക്ഷത്തിന് വേണ്ടിയിട്ട് പിതൃതർപ്പണം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ശിരസിന് പോലും മോക്ഷപ്രാപ്തി ബദരികാശ്രമത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ബ്രഹ്മകപാലം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ പിണ്ടപ്രദാനങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഭഗവാന് നിവേദ്യം കൊണ്ടാണ് ഇവിടെ പിണ്ടം ചെയ്യുക. അതും ബദരികാശ്രമത്തിലെ ഒരു പ്രത്യേകതയാണ്. പിന്നെ പിതൃക്കളുടെ പേരിൽ പൂജ ചെയ്യാൻ പറ്റുന്ന ഭൂമിയിലേക സ്ഥലം ബദരികാശ്രമമാണ്. കാരണം ഇതൊക്കെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മളിപ്പം നമ്മുടേതായ രീതിയിൽ പ്രതിഷ്ഠ ചെയ്തെടുത്തൊരു ക്ഷേത്രവുമായിട്ട് നമുക്കൊരിക്കലും താരതമ്യം ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല ബദരികാശ്രമം. അപ്പം അത്രത്തോളം പ്രാധാന്യമുണ്ട്. ബദ്രിനാഥൻ്റെ ശ്രീകോവിലിനകത്ത് ഭഗവാന്റെ കൂടെയുള്ളതൊന്ന് കുബേരഭഗവാനാണ്. കുബേരഭഗവാനാണ് ഭഗവാന്റെ ധനത്തെ സംരക്ഷിക്കുന്നത്. ശരിക്കും ശൈവാംശം മഹാദേവൻ്റെ ഭൂതഗണം ആയിട്ട് പറയാം കുബേരഭഗവാനെ. പിന്നീടുള്ള ഗരുഡ ഭഗവാനാണ്. ഗരുഡൻ അനവധി കാലം ഭഗവാന്റെ സേവകനാവാൻ വേണ്ടി യോഗം കിട്ടാൻ വേണ്ടിയിട്ട് തപസ് ചെയ്ത സ്ഥലം കൂടിയാണ് ബദരികാശ്രമം. ഇവിടെ ഗരുഡ ഗുഹ എന്നറിയപ്പെടുന്ന ഒരു ഗുഹയുണ്ട്. അതിലാണ് അദ്ദേഹം തപസ് ചെയ്തത്. അതിനുശേഷം പ്രധാന ദേവനായിട്ട് നമ്മൾ ആരാധിക്കുന്നതാണ് മഹാവിഷ്ണു ബദ്രിനാഥൻ. ആ ഭഗവാന്റെ ഇടതുവശത്തായിട്ട് മുമ്പിൽ നാരദ മഹർഷിയുണ്ട്. നാരദ മഹർഷിയാണ് 6 മാസം ഭഗവാനെ സേവിക്കുന്നത്. ഈ നാരദ മഹർഷിയുടെ ഒരു പ്രതിനിധി എന്നുള്ള രൂപത്തിലാണ് ഈ റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തുള്ള ആൾ. നമ്മുടെ കേരളത്തിലെ മേൽശാന്തി എന്നോ തന്ത്രി എന്നോ പറഞ്ഞ് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥാനമാണ്. കാരണം പഴയ കാലത്ത് ഇവിടുത്തെ രാജാവും കൂടിയാണ് ഈ റാവൽജി. ഹിസ് ഹൈനസ് ആൻഡ് ഹിസ് ഹോൾനെസ് എന്ന സ്ഥാനത്തോടു കൂടിയിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ നാരദ മഹർഷിയുടെ പ്രതിനിധിയായിട്ട് പൂജ കഴിക്കുന്നതുകൊണ്ട് തന്നെ 8 വർഷത്തിന് മേളിൽ പൂജ ചെയ്ത അങ്ങനൊരു ഭാഗ്യം സിദ്ധിച്ച ഒരു അർച്ചകൻ, ഒരു റാവൽജി ഉണ്ടെങ്കിൽ അവരുടെ പാദം സ്പർശിക്കുന്ന പോലും ഒരു ചക്രാബ്ജ പൂജയ്ക്ക് തുല്യമായിട്ടാണ് പറയുന്നത്. നാരദ പുരാണത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്രത്തോളം പ്രാധാന്യമാണ് ബദരികാശ്രമത്തിലെ ഈ റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തിനും നാരദ മഹർഷിക്ക് പ്രജാപതിയുടെ ശാപമുണ്ട്. ആ ശാപത്തിൽ നിന്ന് മോക്ഷം ബദരികാശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ എത്ര സമയം വേണമെങ്കിലും അദ്ദേഹത്തിനോട് ചിലവഴിക്കാം. അപ്പോൾ 6 മാസം ദേവന്മാരുടെ പൂജ സമയത്ത് നാരദ മഹർഷിയാണ് പൂജ ചെയ്യുന്നത്. മനുഷ്യരുടെ പൂജാ സമയത്താണ് ഈ റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തുള്ള ആളെ പൂജ കഴിക്കുക. നാരദ മൂർത്തിയുടെ പുറകിലായിട്ടാണ് ഉദ്ധവർ. ഭഗവാന്റെ അടുത്ത സുഹൃത്താണ് ഉദ്ധവർ നമ്മളെപ്പോലെയൊക്കെ ഇതായിട്ട് നടന്നു വന്ന ആളാണ്. അദ്ദേഹത്തിന് ഭഗവാൻ ബദരികാശ്രമത്തിലേക്ക് അയച്ചു. ആ ഉദ്ധവരെ പൂജിക്കുന്ന സ്ഥലവും ബദരികാശ്രമമാണ്. ഉദ്ധവർ ഇന്നിപ്പം ഭഗവാന്റെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഉത്സവമൂർത്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. ചതുർഭുജമായിട്ടാണ് 4 കൈകളോട് കൂടിയിട്ടാണ് ഉദ്ധവരെ ഇവിടെ ആരാധിക്കുന്നത്. ഉദ്ധവർ ഭഗവാന് തുല്യനായിട്ടാണ് ഭഗവാൻ പോലും സ്ഥാനം കൊടുത്തിരിക്കുന്നത്. പിന്നീടുള്ള നാരായണനും നരനും 2 മൂർത്തികളാണ് നരനാരായണന്മാർ. അത് ഈ 2 പർവ്വതങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ. അതിൽ നാരായണ പർവ്വതത്തിലാണ് ബദരികാശ്രമം. ഇവിടെ ഈ പ്രധാനപ്പെട്ട ഉത്സവം ഓണത്തിനോടനുബന്ധിച്ചുള്ള ആ ദിവസം മാതാമൂർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ദേവിയുടെ ക്ഷേത്രമുണ്ട്. നരനാരായണന്മാരുടെ അമ്മയായിട്ടാണ് പറയുന്നത്. പാർവതി സങ്കല്പമാണ്. അപ്പോൾ ആ ദേവിയുടെ അടുത്ത് പോയിട്ട് അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഏതാണ്ട് ബദരികാശ്രമത്തിൽ നിന്ന് ഒരു 2.5-3 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ മാന എന്ന് പറഞ്ഞ ലാസ്റ്റ് വില്ലേജാണ്. അവിടെയാണ് വ്യാസഗുഹ.
അവിടെയാണ് ഈ 18 പുരാണങ്ങളും സംബന്ധിച്ചുള്ള എഴുതിയതും വ്യാസമഹർഷി വസിച്ചിരുന്നതൊക്കെ ഈ മാന എന്ന് പറഞ്ഞ വില്ലേജിലാണ്. മണിദ്വീപപുരി എന്നും ഒരു പേര് മാനയ്ക്ക് പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ബദരികാശ്രമത്തിൻ്റെ പ്രധാന പ്രാധാന്യം. റാവഞ്ചിയുടെ മുറി നമ്മൾ കണ്ടു. അതിൻ്റെ താഴെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. തപ്തകുണ്ട് ഞാൻ കാണിച്ചു തരാം. തപ്തകുണ്ടിൽ കുളിച്ചിട്ട് ശിവനെ ഭജിച്ചിട്ട് വേണം ശബരിനാഥനെ ഭജിക്കാൻ. ക്ഷമിക്കണം, വീഡിയോ നല്ലോണം വറക്കുണ്ടാവും, കാരണം എൻ്റെ കൈ വറക്കാണ്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. 5 ഡിഗ്രിയും 6 ഡിഗ്രിയൊക്കെയാണ്. എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാനത് നമ്മളോടുള്ള താല്പര്യം കൊണ്ട് മാത്രം എടുക്കുകയാണ്. ഭഗവാൻ പരമേശ്വരൻ്റെ അമ്പലമാണത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി ബാക്കി കാര്യം ഞാൻ കാണിച്ചു തരാം. ശങ്കരാചാര്യർ സ്ഥാപിച്ച ഒരു അമ്പലമാണിത്. പക്ഷേ ആ അമ്പലത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. കേരളത്തിലുള്ള നമ്പൂതിരിമാർ മാത്രമേ ഇവിടെ ശാന്തി കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു എത്ര കാലം മാറിയാലും അതിനൊരു മാറ്റം വരാൻ കഴിയില്ല. അപ്പോൾ ഈ കാണുന്നതാണ് തപ്തകുണ്ട്. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇതൊരു ചെറിയ തപ്തകുണ്ടാണ്. ആവി പറന്ന് കാണാല്ലേ? ആവി പറന്ന് കാണാണ്ടോ? അതുമാതിരി ഇപ്പുറത്ത് വേറെ തപ്തകുണ്ട് കൂടിയുണ്ട്. ഞാൻ വേണേൽ കാണിച്ചു തരാം. വെള്ളം എന്ന് പറഞ്ഞാലേ നമ്മൾ വിചാരിക്കണ മാതിരിയല്ല, ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മൾ തൊട്ട് നോക്കിയാൽ നമ്മളിതിൽ ഇറങ്ങില്ല. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്ര സുഖമുള്ളൊരു കാര്യം വേറെ. അളകനന്ദന കാഴ്ചകളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. തപ്തകുണ്ട് അപ്പുറത്തൊരു കുണ്ടുകൂടി ഉണ്ട്. അങ്ങോട്ട് പോകാൻ കഴിയില്ല, തിരക്ക് കാരണം. നമുക്ക് ഈ കാഴ്ചകളെ കൊണ്ട് തൃപ്തിപ്പെടാം. ഈ കോണിയുടെ അവിടെയാണ് കേട്ടോ രണ്ടാമത്തെ തപ്തകുണ്ട്. അത് സ്ത്രീകളുടെയാണ്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയാത്തത്. ആദ്യത്തെ തപ്തകുണ്ട് കണ്ടു, നമ്മൾ കണ്ടില്ലേ? ഇതേ കാണില്ലേ നീരാവി? അവിടെ സ്ത്രീകൾ കുളിക്കൊക്കെ ആയിരിക്കും. അത് നമുക്ക് കാണാൻ കഴിയില്ല, സോറി. അളകനന്ദയുടെ ഇപ്പുറത്തെ വേഷം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. കണ്ടോ? ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇന്ന് രാവിലെ തിരക്കുണ്ട്. പക്ഷേ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് ആൾക്കാർ കുറച്ച് വിട്ടിട്ടേ നിൽക്കുള്ളൂ. മറ്റേ കുത്തിത്തിരക്കി ചവിട്ടിയൊഴിച്ചിൽ കഴിഞ്ഞിട്ടാണ് തൊഴാൻ പറ്റിയത്. പക്ഷേ ഇവിടെ തിരക്ക് കുറവാണെന്നാണ് പറയണത്. കണ്ടോ? ഇതൊക്കെ ആൾക്കാർക്ക് നിൽക്കാനുള്ള ക്യൂ ആണ് കേട്ടോ. എത്രയോ ദൂരം. കൊറോണ കഴിഞ്ഞിട്ട് 2 കൊല്ലമായിട്ട് അടച്ച് കിടക്കായിരുന്നതുകൊണ്ട് ഈ സീസണിൽ ഭയങ്കര തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. അമ്പലം ദേ അങ്ങ് ദൂരെയാണ്. എനിക്ക് പ്രകൃതിയൊക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് കയറി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു. രാവിലെ ഒരു 5 മണി 6 മണിക്ക് വന്നാൽ നല്ല രസമുള്ളതായ കാഴ്ചകളായിരുന്നു. പക്ഷേ അനങ്ങാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ, അനങ്ങാൻ പറ്റുന്നില്ല. ഇനി ഞാൻ തൽക്കാലം ഇപ്പോൾ വീഡിയോ എടുക്കില്ല. എൻ്റെ കൈയൊക്കെ മരവിച്ചിറങ്ങി. ഗ്ലൗസ് ഇടാതെ ഒരു രക്ഷയില്ല. അപ്പോഴേ നമ്മൾ പുതച്ചു മൂടി കിടക്കുകയാണ് കേട്ടോ. സമയം 3 മണിയാണ്. ടെമ്പറേച്ചർ 5 6 കണ്ടില്ലേ? കരിമ്പടം ജമുക്കാളനൊക്കെ പുതച്ച് കിടക്കുകയാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് ഞങ്ങൾ മനാ വില്ലേജ് പോകണമെന്നുണ്ടായിരുന്നു. രാവിലെ വേറെ പല സ്ഥലങ്ങളിലും പോകണമെന്നുണ്ടായിരുന്നു. ഒരു പരിപാടി നടന്നില്ല കേട്ടോളൂ. പുറത്തേക്ക് തണുപ്പ് കാരണം ഇറങ്ങാനും വയ്യ. അപ്പം ഞങ്ങളെ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് നേരം പുതച്ച് കൂടി കിടന്നുറങ്ങട്ടെ കേട്ടോ. തല മൂടരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല തണുപ്പാണ്. 5 ഡിഗ്രി 7 ഡിഗ്രിയൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ കൈ വരച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് ക്ഷമിക്കുക. വീണ്ടും നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.